IIM കുട്ടികൾക്ക് 5 ലക്ഷം രൂപ വരെ കിട്ടും. ഓവർസീസ് എഡ്യൂക്കേഷന് 15 ലക്ഷം രൂപ വരെ കിട്ടുകയും ചെയ്യും. ഡിപ്ലോമ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് അവൈലബിൾ അല്ല. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്കോളർഷിപ്പ് സ്കീമുകളിലൊന്നാണ് SBI ആശ സ്കോളർഷിപ്പ് എന്ന് അറിയാമല്ലോ. 15,000 രൂപ മുതൽ 15 ലക്ഷം രൂപ വരെ സ്കോളർഷിപ്പ് ഇതിലൂടെ നേടാം. അത് പ്രൊവൈഡ് ചെയ്യുന്ന SBI ആയതുകൊണ്ടും കഴിഞ്ഞ വർഷം ഏകദേശം 130ഓളം കോടി രൂപ ഡിസ്പേഴ്സ് ചെയ്തുകൊണ്ടും ഏറ്റവും ആകർഷകമായ സ്കോളർഷിപ്പ് ഒന്നാണ്. ഇതിലെങ്ങനെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാനൊന്ന് പറയാം. സെപ്റ്റംബർ 4 ലാസ്റ്റ് ഡേറ്റ് എങ്കിലും ഒരുപാട് ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് റെഡിയാക്കാനുള്ളതുകൊണ്ട് ഇപ്പം തന്നെ അപ്ലൈ ചെയ്യുന്നതാണ് ഉചിതം. ആദ്യം ഈ സ്കോളർഷിപ്പിനെ പറ്റി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇത് SBI ആശ സ്കോളർഷിപ്പ് .co.in എന്നതാണ് വെബ്സൈറ്റ്. നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും, അപ്ലൈ ചെയ്യാനും പറ്റും. ഇതിൽ ഫസ്റ്റ് കാര്യം നിങ്ങൾ അറിയേണ്ടത് ഏകദേശം 50% റിസർവേഷൻ പെൺകുട്ടികൾക്ക് ഇതിലുണ്ട്. സോ നിങ്ങളൊരു പെൺകുട്ടിയാണെങ്കിൽ ദർ ഇസ് എ ഹ്യൂജ് ചാൻസ് ദാറ്റ് യു വിൽ ഗെറ്റ്. മാത്രമല്ല SC ST അൺഡിസേർവ്ഡ് കുട്ടികൾക്കും ഇതിനകത്ത് റിസർവേഷൻസ് ഉണ്ട്. ഇതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിന് 15,000 രൂപ മുതൽ 15 ലക്ഷം രൂപ വരെ കിട്ടുമെന്ന് പറയുമ്പോൾ അത് പല തരത്തിലാണ് കിട്ടുന്നത്. 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് 15,000 രൂപ വരെയാണ് മാക്സിമം ലഭിക്കുക. ഈ 15,000 രൂപ ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് 75% എങ്കിലും മാർക്കാണ് കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ. ആനുവൽ ഇൻകം 3 ലക്ഷത്തിൽ താഴെയായിരിക്കണം. എന്നാൽ ഇത് ഡിഗ്രി കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ ആനുവൽ ഇൻകം 6 ലക്ഷത്തിൽ താഴെയാവുകയും നിങ്ങളുടെ മാർക്സ് 75% ആവുകയും വേണം. ഇനി ഇത് കുട്ടികൾ UG കുട്ടികളിലാണെങ്കിൽ 75,000 രൂപ വരെ കിട്ടുമെങ്കിലും നിങ്ങൾ പഠിക്കുന്നത് ടോപ്പ് 300 NIRF റാങ്കിങ്ങിലുള്ള കോളേജുകളിലായിരിക്കണം. NIRF എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് റാങ്കിങ് ഫ്രെയിംവർക്ക്. NIRF.org.in പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്കിങ്സ് കിട്ടും. അതിൽ 300-ന് ഉള്ളിലാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടൂ എന്ന് പ്രത്യേകം അറിഞ്ഞിരിക്കുക. അടുത്തത് ഡിപ്ലോമ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് അവൈലബിൾ അല്ല. അതും പ്രത്യേകം നോട്ട് ചെയ്തൊരു പോയിൻ്റാണ്. അടുത്തത് PG മാസ്റ്റേഴ്സിനാണെങ്കിൽ 1,50,000 രൂപ വരെ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടും. എഗെയിൻ അതിലും 7.5 CGPA വേണം. മെഡിക്കൽ നീറ്റിന് 2 ലക്ഷം രൂപ വരെ കിട്ടും. നീറ്റ് വഴി മെഡിക്കൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ വരെ കിട്ടും. IIT-കൾക്കും 2 ലക്ഷം രൂപ വരെ കിട്ടും. ഇനി IIM കുട്ടികൾക്ക് 5 ലക്ഷം രൂപ വരെ കിട്ടും. ഓവർസീസ് എഡ്യൂക്കേഷന് 15 ലക്ഷം രൂപ വരെ കിട്ടുകയും ചെയ്യും. ഈ ഓവർസീസ് എഡ്യൂക്കേഷനിലും ഇന്ത്യൻ നാഷണൽസിന് ഏകദേശം QS ടോപ്പ് 200 യൂണിവേഴ്സിറ്റിക്ക് ഉള്ളിലായിരിക്കണം. അതായത് ഗ്ലോബൽ വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്സ് ആണ് QS റാങ്കിങ്സ്. അതിൽ 200-ന് ഉള്ളിലാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിലും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം 3 ക്രിട്ടിക്കൽ കാര്യം. 1, വാർഷിക വരുമാനം 6 ലക്ഷത്തിൽ താഴെയായിരിക്കണം ഡിഗ്രിക്കും അതിന് മുകളിലുമാണെങ്കിൽ. ഡിഗ്രി കുട്ടികളിലും ബാക്കി കുട്ടികളിലും നിങ്ങളുടെ NIRF ഇന്ത്യയിലാണെങ്കിൽ NIRF റാങ്കിങ്ങിൽ 300-നകത്തും വേൾഡിലാണെങ്കിൽ QS വേൾഡ് റാങ്കിങ്ങിൽ 200-നകത്തും ആയിരിക്കണം. 7.5% CGPA വേണം. ഇതാണ് ഇതിൻ്റെ ബേസിക് റിക്വയർമെൻറ്റ്. അപ്പോൾ ഇത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. ഇവിടെ തന്നെ ഈ വെബ്സൈറ്റിൽ തന്നെ അപ്ലൈ നൗ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അവിടെ നിന്ന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒരു അക്കൗണ്ട് ഇതിനകത്ത് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആധാറിലുള്ള പേര് തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷൻ സാധ്യതയുണ്ട്. സോ ആധാർ വഴി ഉള്ള പേരും ഇമെയിൽ അഡ്രസ്സും വഴി നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് അപ്ലൈ ചെയ്യാം. അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് വളരെ കൃത്യമായിട്ട് വെബ്സൈറ്റിൽ തന്നെ പറയുന്നുണ്ട്. അതിലും ചില കുട്ടികൾ എന്നോട് ചില ക്ലാരിഫിക്കേഷൻസ് ചോദിച്ചിരുന്നു. ഞാൻ അതും നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യത്തെ കാര്യം അക്കാഡമിക് റെക്കോർഡ്സ്. അത് നമ്മുടെ എലിജിബിലിറ്റി 75% മാർക്ക് അല്ലെങ്കിൽ 7.5 CGPA ആയതുകൊണ്ട് തന്നെ SC ST കുട്ടികൾക്ക് 10% കുറവ് മതിയേ. അതൊന്ന് നോട്ട് ചെയ്യണേ. നിങ്ങളുടെ മാർക്ക് ഷീറ്റ് അറ്റസ്റ്റഡ് ഫ്രം ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് വെരി മച്ച് റിക്വയർഡ്. ആധാർ കാർഡ് റിക്വയർഡ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ റിക്വയർഡ്. ഒരു ബാങ്കിൻ്റെ പാസ്ബുക്ക് റിക്വയർഡ്. SBI ആണെങ്കിൽ അത്യുത്തമം. SBI ആയതുകൊണ്ട് സ്കോളർഷിപ്പ് ആയതുകൊണ്ട് SBI ആണെങ്കിൽ അത്യുത്തമം. ബാങ്കിൻ്റെ പാസ്ബുക്കും വേണം. അടുത്തത് നിങ്ങളുടെ ഇൻകം പ്രൂഫ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ വില്ലേജ് ഓഫീസുകളിൽ നിന്നെല്ലാം എന്ത് കിട്ടും? വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടും. IT ഫയൽ ചെയ്യുന്നവരാണെങ്കിൽ ഫോം 16A അല്ലെങ്കിൽ സാലറി സ്ലിപ്സ്. എന്താണോ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സിൻ്റെ പ്രൂഫ്, ഇൻകം പ്രൂഫ് അത് സബ്മിറ്റ് ചെയ്യണം. അഡ്മിഷൻ പ്രൂഫ്.
പ്രത്യേകിച്ച് ഡിഗ്രി അല്ലെങ്കിൽ PG കുട്ടികൾ അഡ്മിഷൻ പ്രൂഫ് സബ്മിറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുമാത്രമല്ല ലേറ്റസ്റ്റ് ഫീ റെസിപ്റ്റ്. നൗ ഇപ്പോൾ ഗവൺമെൻറ് കോളേജിൽ ഫീ ഇല്ലാതെ പഠിക്കുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ബോണഫൈഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടും, ലൈക്ക് ഷീ സ്റ്റഡിങ് ഹിയർ വിത്തൗട്ട് എ ഫീ. അതും നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കണം. അടുത്തത് പേഴ്സണൽ ഡോക്യുമെൻറ്റ്സ്. നിങ്ങൾക്ക് വേണ്ട കാസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്കിയുള്ള എലിജിബിലിറ്റി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്സും ആവശ്യമാണ്, കാറ്റഗറി വൈസ് സർട്ടിഫിക്കറ്റ്സും. ഇത്രയും സർട്ടിഫിക്കറ്റ്സ് വേണം ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്ലൈ ലാസ്റ്റ് ഡേറ്റ് ഞാൻ വീണ്ടും പറയുന്നു സെപ്റ്റംബർ 4 ആണെങ്കിലും ഓണാവധികളെല്ലാം വരുന്നതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം റെഡിയാക്കുക, അപ്ലൈ ചെയ്യുക. ഗെറ്റ് യുവർ മണി ഇൻ യുവർ പോക്കറ്റ്.